വിശദമായ വാർത്തകളിലേക്ക്. വയനാട് മാനന്തവാടിയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയ്ക്ക് ബൂസ്റ്റർ ഡോസ് നൽകി. കൊമ്പനെ എലിഫന്റ് ആംബുലൻസിലേക്ക് കയറ്റാൻ ശ്രമം. കുങ്കിയാനകളും സ്ഥലത്തുണ്ട്. വിവരങ്ങളുമായി CV ഷിബു ചേരുന്നു. ഷിബു, വയനാട് മാനന്തവാടിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ മയക്കുവെടി വെച്ചു. ബൂസ്റ്റർ ഡോസ് നൽകി. കൊമ്പനെ എലിഫന്റ് ആംബുലൻസിലേക്ക് കയറ്റാനുള്ള ശ്രമം തുടരുകയാണ്. കുങ്കിയാനകളും സ്ഥലത്തുണ്ട്. എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ? ആനയെ ഇന്നു തന്നെ മാറ്റാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? വൃന്ദ സൂചിപ്പിച്ചതുപോലെ തന്നെ ആനയെ മയക്കുവെടി വെച്ച് ആന മയങ്ങി നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത്. എന്നാൽ എലഫന്റ് ആംബുലൻസിലേക്ക് കയറ്റാനുള്ള ഒരു ദുഷ്കരമായ ദൗത്യമാണ് ഇനി വനം വകുപ്പിന് മുന്നിൽ ഉള്ളത്. അതായത് ഇപ്പോൾ ഉള്ളത് ആന നേരത്തെ ഉണ്ടായിരുന്ന വാഴത്തോട്ടത്തിന് സമീപമുള്ള ചതുപ്പിൽ തന്നെയാണ് ആന വെടികൊണ്ട ശേഷവും ഉള്ളത്. അതിന് തൊട്ട് 100 മീറ്റർ അടുത്തായി മണ്ണിട്ട് നികത്തിയ ഒരു പ്രദേശമുണ്ട്. ആ പ്രദേശത്താണ് ഇപ്പോൾ വനപാലകരും വാഹനങ്ങളും എല്ലാം ഉള്ളത്. അതായത് ഒരു 100-150 മീറ്ററോളം ആനയെ കുങ്കിയാനകൾ ഉപയോഗിച്ച് ഇങ്ങോട്ട് തെളിച്ചു കൊണ്ടുവന്നാൽ മാത്രമേ ഈ ആംബുലൻസിൽ കയറ്റാൻ കഴിയുകയുള്ളൂ, എലഫന്റ് ആംബുലൻസിൽ കയറ്റാൻ കഴിയുകയുള്ളൂ. നേരത്തെ ഈ വാഹനത്തിന് ഇങ്ങോട്ട് വരാനുള്ള ബുദ്ധിമുട്ട് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ 2 JCBകൾ കൊണ്ടുവന്ന് ഇവിടേക്ക് മണ്ണിട്ട് നികത്തിയ മൺകൂനകളെല്ലാം മൺതിട്ടകളെല്ലാം JCB ഉപയോഗിച്ച് മാറ്റി ഏകദേശം വഴിയൊരുക്കിയ ശേഷമാണ് 2 വാഹനങ്ങൾ ഇവിടേക്ക് കടന്നു വന്നതും. അതുപോലെ തന്നെ ഇവിടേക്കുള്ള ലൈറ്റ് പ്രകാശം ഇല്ലാത്ത ഏറെ ഇരുട്ടിയ സാഹചര്യം ആയതുകൊണ്ട് ഇവിടത്തേക്ക് പ്രകാശ സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടി ഫയർഫോഴ്സ് അധികൃതർ വലിയ ലൈറ്റും സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തത് ഇപ്പോൾ അല്പസമയം മുമ്പ് ഈ JCB ഉപയോഗിച്ച് മണ്ണ് മാറ്റിയതിനു ശേഷമാണ്. ഇപ്പോൾ 3 കുങ്കിയാനകൾ സജ്ജമായി നിൽക്കുന്നുണ്ട്. ഈ കുങ്കിയാനകളെ ഉപയോഗിച്ച് ചതുപ്പിൽ നിന്ന് ഈ വാഴത്തോട്ടത്തിന് സമീപത്ത് നിന്ന് ഈ മണ്ണ് ഇട്ട് നികത്തിയ പ്രദേശത്തേക്ക് കൊണ്ടുവന്ന ശേഷം മാത്രമേ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകാൻ കഴിയൂ. ഏകദേശം ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഒരു 2 മണിക്കൂർ 1.5 മണിക്കൂറിനധികം 2 മണിക്കൂറിനോളം സമയമെങ്കിലും എടുത്താൽ മാത്രമേ ഈ ദൗത്യം പൂർത്തിയാകൂ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കൊരു ഈ സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. കാരണം ഇപ്പോൾ ഏറെ നേരം ഇരുട്ടുന്നതിന് മുമ്പ് ആനയെ മയക്കുവെടി വെക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മാത്രമാണ് ഏറെ വിജയകരമായ ഒരു കാര്യം. ഇരുട്ടുന്നതിന് മുമ്പ് 2 ഡോസ് മയക്കുവെടി വെച്ചിരുന്നു. പക്ഷെ അത് വാഴയിലയിലും മറ്റും തട്ടി ആനയ്ക്ക് കൃത്യമായി കൊള്ളാത്തതിനാൽ ആന മയങ്ങിയിരുന്നില്ല. പിന്നീട് വെച്ച 2 മയക്കുവെടിയും ആനയ്ക്ക് ഏൽക്കുകയും ഓരോ അരമണിക്കൂർ ഇടവിട്ടുള്ള 2 വെടിയും ഏൽക്കുകയും അങ്ങനെ ആന മയങ്ങുകയുമാണ് ഉണ്ടായത്. അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ ഈ കുങ്കിയ ആനകളെ ഉപയോഗിച്ച് അവിടെ നിന്ന് മാറ്റാനുള്ള ഒരു വെളിച്ച സംവിധാനമാണ് ഇവിടെ ഒരുക്കാൻ ഉള്ള ശ്രമം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വെളിച്ച സംവിധാനങ്ങൾ ആയെങ്കിൽ മാത്രമേ മറ്റ് ദൗത്യം പൂർത്തിയാവുകയുള്ളൂ. ഉത്തരമേഖല CCF KS ദീപയുടെ നേതൃത്വത്തിൽ, സൗത്ത് വയനാട് DFO ഷജിന കരീമിന്റെ നേതൃത്വത്തിൽ, അതുപോലെ തന്നെ വെറ്റിനറി സർജൻ അജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള വലിയൊരു സംഘം, ഏകദേശം 200ഓളം RRT സംഘാംഗങ്ങൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണുള്ളത്. കർണാടകത്തിൽ നിന്ന് വന്നിട്ടുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഇവിടെയുണ്ട്. അവർ കർണാടകയിലേക്ക് ആനയെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഏതായാലും എലഫന്റ് ആംബുലൻസ് ഇവിടെ തയ്യാറാണ്. 3 കുങ്കിയാനകൾ സജ്ജമാണ്, 2 JCBകൾ സജ്ജമാണ്. വെളിച്ച സംവിധാനം ഒരുങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ആനയെ അവിടെ നിന്നും വയലിൽ നിന്നും കയറ്റി ഈ വാഹന സൗകര്യം ഉള്ള സ്ഥലത്തേക്ക് എത്തിച്ച്, അതായത് ഒരു 150 മീറ്ററോളം സ്ഥലത്തേക്ക് എത്തിച്ച ശേഷം ആനയെ വാഹനത്തിൽ കയറ്റാനാകും എന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത്. ഇപ്പോൾ ആന ഏകദേശം മയങ്ങിയ സാഹചര്യത്തിലാണ് ഉള്ളത്. വൃന്ദ. ഷിബു, അതേപോലെ തന്നെ മാനന്തവാടിയിലെ ജനങ്ങൾ ഏറെ ഭീതിയിലാഴ്ത്തിയ ഒരു കൊമ്പൻ തന്നെയാണ് ഇത്. ജനങ്ങളുടെ പ്രതികരണം എന്താണ്? അതായത് ജനങ്ങൾ ഇപ്പോൾ വലിയ ആശ്വാസത്തിലാണ്. ഇവിടെ നിരോധനാജ്ഞയൊക്കെ നിലവിലുണ്ടെങ്കിലും ആയിരക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ ഈ വയലിന്റെ പല കരകളിലുമായിട്ടുള്ളത്. അതായത് കുന്നിൻ മുകളിലും നഗരത്തിന്റെ പല ഭാഗങ്ങളിലുമായി ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടിയിരിക്കുകയാണ്. മണിക്കൂറുകളായി ഇവർ ഇവിടെ നിന്നും മാറിയിട്ടില്ല എന്നുള്ളതാണ്. കുറെ നേരമായി തന്നെ ആനയെ മയക്കുവെടി വെക്കുമ്പോൾ ഉണ്ടായിരുന്ന അതേ ആളുകൾ തന്നെ, അതിനേക്കാൾ കുറേയും കൂടി ആളുകൾ കൂടുക എന്നല്ലാതെ കുറഞ്ഞിട്ടില്ല ഒട്ടും. അവരെല്ലാം കാഴ്ചക്കാരായി നിൽക്കുകയാണ്. ഈ ആനയെ കൊണ്ടുപോകുന്ന കാഴ്ച കാണാനായാണ് അവർ ഈ സന്ധ്യ മയങ്ങി നേരത്തും ഇരുട്ടായ നേരത്തും ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. എല്ലാവരും വലിയ ആശ്വാസത്തിലാണുള്ളത്. കാരണം ഒരു പകൽ മുഴുവൻ ഭീതി പരത്തിയ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് നഗര മധ്യത്തിൽ ആയതിനാൽ തന്നെ ഏറെ ഭീതിജനകമായ ഒരു അന്തരീക്ഷമായിരുന്നു ഉണ്ടായിരുന്നത്. രാവിലെ ഒരു 9 മണിക്ക് ശേഷം ആന വയലിൽ തമ്പടിച്ചത് മാത്രമാണ് ഏറെ ആശ്വാസകരമായ ഒരു കാര്യം ഉണ്ടായിരുന്നത്. അതിനാൽ വയലിൽ നിന്ന് ഒരു തവണ മാത്രം ആന കുന്നിൻ മുകളിലേക്ക് കയറുകയും പിന്നെ അവിടെ നിന്ന് വനപാലകർ പടക്കം പൊട്ടിച്ച് ആനയെ താഴേക്ക് വയലിലേക്ക് തന്നെ തുരത്തുകയും ചെയ്തു. വയലിൽ വെച്ചാണ് ആനയെ മയക്കുവെടി വെച്ചത്. ഏതായാലും ഒരു ദൗത്യം വിജയകരമായി. ഇനി അടുത്ത ദൗത്യം ഈ ആനയെ വാഹനത്തിൽ കയറ്റുക എന്നുള്ളതാണ്. ഏകദേശം 1.5 മണിക്കൂർ നേരത്തോളം ആനയെ മയക്കുവെടി വെച്ചിട്ട് ആകുന്നു. അതേപോലെ തന്നെ എലിഫന്റ് ആംബുലൻസും സജ്ജമായിട്ടിരിക്കുന്നു. ഉടൻ തന്നെ ഈ ഒരു ശ്രമം വിജയകരമായി പൂർത്തിയായാൽ ഉടൻ തന്നെ ആനയെ
മാറ്റാനുള്ള ഒരു സാധ്യത എത്രത്തോളമാണ്? ഇവിടെ ഇപ്പോൾ ഈ പ്രകാശ സംവിധാനത്തിന്റെ ഒരു പരിമിതിയാണ് ഇപ്പോഴുള്ളത്. നിലവിൽ ആന നിലയുറപ്പിച്ച സ്ഥലത്ത് നിന്ന് ആന അല്പദൂരത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആനയ്ക്ക് ചുറ്റുമായി വെളിച്ചം ഒരുക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവിടെ വലിയ ഇരുട്ടാണ്. അതേസമയം ആന അതേ സ്ഥലത്ത് തന്നെ നിൽക്കുന്നതിനാൽ വലിയ ആശ്വാസകരമായ ഒരു കാര്യമുണ്ട്. വെളിച്ച സംവിധാനം ഒരുങ്ങിക്കഴിഞ്ഞാൽ ഉടൻ എന്ന് പറഞ്ഞാൽ ഒരു 1.5 മണിക്കൂർ അതിനു ശേഷം കുങ്കിയാനകളെ ഉപയോഗിച്ച് ആനയെ വടം ഉപയോഗിച്ച് കെട്ടി തെളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണം. ആനയെ വെള്ളം ഒഴിച്ച് തണുപ്പിക്കേണ്ട അവസ്ഥയുണ്ട്. ശരീരം തണുപ്പിക്കേണ്ട ഒരു ഇതുണ്ട്. അതിനൊക്കെ വേണ്ടി കാത്തു നിൽക്കുകയാണ് ഇവർ. ഏതായാലും എലഫന്റ് ആംബുലൻസ് ഇവിടെ റെഡിയാണ്. കുങ്കി ആനകളും സജ്ജമാണ്. ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഈ അടുത്ത ദൗത്യം ആരംഭിക്കാൻ കഴിഞ്ഞാൽ 1 മണിക്കൂറിനുള്ളിൽ ആ ദൗത്യം പൂർത്തിയാക്കി ആനയെ ഇവിടെ നിന്ന് കൊണ്ടുപോകാനാകുമെന്ന ഒരു പ്രതീക്ഷയാണ് ഉള്ളത്. വ്യക്തമാണ്. മാനന്തവാടിയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ മയക്കുവെടി വെച്ചു. എലിഫന്റ് ആംബുലൻസിലേക്ക് കയറ്റാൻ ദൗത്യ സംഘവും സജ്ജമാണ്. 3 കുങ്കിയാനകളടക്കം ഇവിടെ സജ്ജമാണ്. കൊമ്പന് ബൂസ്റ്റർ ഡോസ് നൽകി കൊമ്പനെ ബന്ദിപ്പൂരിലേക്ക് അയക്കുമെന്ന് വനമന്ത്രി എ.കെ. ശശീന്ദ്രനും അറിയിച്ചിരിക്കുന്നു. വലിയ സന്നാഹം തന്നെയാണ് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. ജനങ്ങളും പോലീസും അടക്കം വലിയ ജനക്കൂട്ടം തന്നെയാണ് ആനയെ ചുറ്റിപ്പറ്റി മേഖലയിൽ ഉള്ളത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു വയനാട് നിന്നും ഷിബു.